ഭരതന്റെ ഇവന്റെ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടേഴ്സ്. ഷാജോന്റെ നല്ല ക്യാരക്ടർ. ഷാജോൻ നന്നായിട്ട് ചെയ്തു. ഷാജോൻ മലയാള സിനിമ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ്. ഇപ്പൊ ഞാൻ സെബിന് ഒസിയത്തൊന്നും വിൽപത്രമാണല്ലോ, വിൽപത്ര സംബന്ധമായ ഒരു കഥയായിരിക്കും. അപ്പൊ അങ്ങനെ ആവണമെങ്കിൽ ഇയാള് വിൽപത്രമൊക്കെ എഴുതി മക്കൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ കൊടുക്കാതിരിക്കാനുള്ള കാരണം കാണുമായിരിക്കും. അയാൾ ഡയറക്റ്റ് ചെയ്ത പടമാണ് സോൾട്ട് ആൻഡ് പെപ്പർ. കൂട്ടേട്ടാ ഞാൻ പടം സ്വന്തമായിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂവരിക്കും. പിന്നെ ഫിലിമിലായിരുന്നപ്പം ഈ പറഞ്ഞ പോലെ വിലയുണ്ടായിരുന്നു. ഒരടി ഫിലിം ഷൂട്ട് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം 35 രൂപയോളം വരുമായിരുന്നു ഏകദേശം. ഫിലിം നിൽക്കുന്ന സമയത്തെ കാര്യം പറഞ്ഞു. നമുക്കും ടെൻഷന് കൂടും. പിന്നെ ടെൻഷനാണ്. ഈ ശബ്ദം ഞാൻ ആദ്യം എനിക്കൊരു മൊമെന്റോ കിട്ടുന്ന 100 ദിവസം ഓടിയ ഒരു മൊമെന്റോ ആദ്യം ജീവിതത്തിൽ കിട്ടുന്ന 100 ദിവസം ഓടിയ. അങ്ങനെ 18 വയസ്സുള്ളപ്പോൾ ഞാനൊരു ഈ പറഞ്ഞ 10-60 വയസ്സുള്ള മനുഷ്യന്റെ റോൾ അഭിനയിച്ചു. എനിക്ക് അന്നൊരു പിടിയില്ല. പക്ഷെ നാടകം കളിച്ചല്ലേ പറ്റുള്ളൂ. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വീട്ടിൽ ചുമ്മാ ഞാൻ ഇറിറ്റേറ്റഡ് ആകും. വേറൊന്നും കൊണ്ടില്ല, അത് എനിക്ക് എന്തോ ഒരു ജോലി ഇല്ലാത്ത പോലെ, ഞാനൊന്നും അല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നും. സുരഭി ഒരു അപാര കഥാപാത്രമാണ്, ഗംഭീര ആക്ട്രസ്സാണ്. എനിക്ക് മലയാളത്തിൽ ഞാൻ കണ്ടുള്ള ഏറ്റവും നല്ല ആക്ട്രസ് ഒരാളാണ്. അത് വേണ്ട വിധമുള്ള ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടുന്നില്ല സുരഭി. വിജയരാഘവനാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമ്മൾ 2025 തുടങ്ങി 2 മാസം പിന്നിടുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ വർഷം തുടക്കം എടുത്ത് നോക്കിയാൽ തന്നെ സാമാന്യം നല്ല രീതിയിലുള്ളൊരു സ്റ്റാർട്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. എല്ലാ സിനിമകളുടെ കാര്യം നോക്കുമ്പോൾ തിയേറ്ററിലേക്ക് ഇപ്പോൾ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണല്ലോ, തിയേറ്ററിലേക്ക് ആളുകളെ വരുത്താൻ ഭയങ്കര ഹെവി ടാസ്ക് നേരിടുന്ന സമയത്തും കൂടെ തിയേറ്റർ സക്സസ് ഒക്കെ കിട്ടുന്നൊരു സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ചേട്ടൻ്റെ ദാവി എന്നുള്ള സിനിമ പോലും തിയേറ്റർ സക്സസ്സിനെ കൂട്ടി വായിക്കാവുന്ന സിനിമയാണ്. അവസാന സിനിമയായിട്ട് ഇപ്പോൾ ഔസേപ്പിൻ്റെ ഉസിയത്തായിട്ട് വരുന്നു, മാർച്ച് 7 ഈ സമീപകാലത്ത് എടുത്ത് നോക്കിയാൽ 2024 മുതൽ പോയി കിഷ്കിന്ധാഖണ്ഡം മുതൽ ഒരു റൈഫിൾ ക്ലബ്ബ് മുതൽ ദാവീദ് വരെയുള്ളൊരു ജേണി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ പുറത്തൊക്കെ. അപ്പോൾ ആസ് എ വ്യൂവർ നമ്മൾ സംസാരിക്കുമ്പോൾ വിജയരാഘവൻ ആസ് എൻ ആക്ടർ തന്നെ റീഡിഫൈൻ ചെയ്യുന്നു എന്ന തരത്തിലൊക്കെയുള്ള വായനകളും ഡിസ്കഷനും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പേഴ്സണലി എന്താ ചേട്ടന് തോന്നുന്നത് ഈ കിഷ്കിന്ധാഖണ്ഡം മുതൽ എടുത്തു നോക്കുമ്പോൾ? ഞാനതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പഴയ ഞാൻ തന്നെ എപ്പോഴത്തെയും പോലെ തന്നെയുള്ള ഒരു ജേണി തന്നെയാണ്. അത്രേ ഉള്ളൂ. അല്ലെ, പൂക്കാലം മുതലാണത് ആക്കാനും. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഓരോ ഇന്റർവെല്ലിലും എൻ്റെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷെ സിനിമ ഓടാതിരിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പം ലീല എന്നൊരു സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. ലീല കണ്ടിരുന്നു. പക്ഷെ ആ പടം വേണ്ട വിധം ഓടിയില്ല. അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രം വരുമ്പോഴാണ് ഞാൻ ഭയങ്കര സന്തുഷ്ടനാകുന്നത് ആസ് എൻ ആക്ടർ. പിന്നെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഏത് സിനിമയിലാണെങ്കിൽ ഞാൻ അഭിനയിക്കും. ഞാനിങ്ങനെ ചൂസ് ചെയ്താൻ പോകുന്ന ആളില്ല. അങ്ങനെ ചൂസ് ചെയ്ത് അഭിനയിക്കാൻ പറ്റില്ല. നമ്മളിലേക്ക് വരുന്നതാണ്. പിന്നെ നമ്മളിലേക്ക് അതിൻ്റെ പ്രൊഫഷനല്ലേ. അപ്പോൾ ചിലപ്പം നമുക്ക് 100% അതിന് ചൂസ് ചെയ്ത് നല്ലത് മാത്രമേ അഭിനയിക്കൂ, എനിക്കിഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മുടെ പ്രൊഫഷൻ ആയതുകൊണ്ട് നമ്മളെ പലരും വിളിച്ചെന്ന് വരും. അപ്പം പല ബന്ധങ്ങളും ഉണ്ടാവും. ഇപ്പോൾ എനിക്കൊരു നടന്നുള്ള രീതി എനിക്കൊരു മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അവസരങ്ങൾ നല്ല നല്ല കഥാപാത്രങ്ങൾ വരുന്നു ഇപ്പം. ആ സിനിമകളും ചർച്ച ചെയ്യുമ്പോൾ അതാണ്. ഇപ്പം ഞാൻ ലീല ഓടിയില്ല. ലീല ഓടിയിരുന്നെങ്കിൽ അന്നും ഇതുപോലെ ചർച്ച ചെയ്യേണ്ട ഒരു സിനിമ, ഒരു ക്യാരക്ടറാണ് അത്. സിനിമ നമ്മൾ അഭിനയിക്കുന്ന സിനിമ ഓടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ വരുന്നു എന്നുള്ളതാണ്. കഥാപാത്രങ്ങൾ വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. അത് ഓടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഈ ഔസേപ്പിൻ്റെ ഉസ്യത്തിലേക്ക് വരികയാണെങ്കിലും കൂടെ ദിലീഷ് പോത്തൻ എന്നൊരു ആക്ടർ കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് നോക്കുകയാണെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ കഥാപാത്രം തമ്മിലുള്ളൊരു ഒരു ഒരു ദൃഢമായൊരു ബോണ്ട് ഉണ്ടല്ലോ. നിങ്ങളുടെ ഇപ്പോൾ ഈ അവറാനും ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം നോട്ടത്തിൽ പോലും ഭയങ്കരമായിട്ടൊരു ആ ബന്ധം ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ. നേരെ മറിച്ച് ഇതിലേക്ക് വരുമ്പോൾ കോൺഫ്ലിക്റ്റിംഗ് ആണ്. മകനായിട്ടുള്ള കഥാപാത്രമാണ് ദിലീഷ് ചേട്ടൻ അവതരിപ്പിക്കുന്നത്. പക്ഷെ കോൺഫ്ലിക്റ്റിംഗ് ആണ് നിങ്ങൾ തമ്മിലുള്ള ഡൈനാമിക്സ് ഒക്കെ. എങ്ങനെയാണ് ഇതിൽ വരുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ളൊരു? അത് എൻ്റെ വ്യക്തിപരമുള്ള കാര്യമല്ലല്ലോ. കഥാപാത്രത്തിനെ അത് ഞാനൊരു കഥാപാത്രത്തെ കൺസീവ് ചെയ്യുമ്പോൾ
ആ കഥാപാത്രമായിട്ടില്ല നമ്മൾ ആ ഒരു കഥാപാത്രം ആ സംസാരിക്കുന്ന ആ നിമിഷം ആ സിറ്റുവേഷനിൽ അതെങ്ങനെ വേണം അതാണ്. പിന്നെ പോത്തനെ നമുക്ക് നേരത്തെ പരിചയമുണ്ട്, എനിക്ക് ഷാജോന് നല്ല പരിചയമുണ്ട്. പിന്നെ ഈ കഥ നേരത്തെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് വളരെ കൊള്ളാം, നന്നായിരിക്കും തോന്നി. പിന്നെ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും വലിയ അധിക സീനുകളില്ലാത്ത കഥാപാത്രം. ഞാനും അധികമൊന്നുമില്ല, ഞാനും അത്രമാത്രം ആദ്യമധ്യാന്തമുള്ള കഥയിലൊന്നും ഞാനില്ല. 3 മക്കളുടെയും കൂടെ ഒരു 3 മക്കളുടെ കൂടെ ഉണ്ട്. പക്ഷേ ഇത് പോത്തന്റെ ഇവന്റെ ഗംഭീര ക്യാരക്ടേഴ്സ്. ഷാജോന്റെ നല്ല ക്യാരക്ടർ. ഷാജോൻ നന്നായിട്ട് ഷാജോൻ മലയാള സിനിമ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് ഷാജോൻ. അതുപോലെ തന്നെയാണ് പോത്തനും. അപ്പൊ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ലെന പിന്നെ നല്ല ആർട്ടിസ്റ്റ്. കഥ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ നന്നായിരിക്കും എന്ന് തോന്നലുണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ പുതിയ ഡയറക്ടർ ഒന്നും തോന്നലുണ്ടായില്ല. അത് കഥ വായിച്ചപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ലല്ലോ. എനിക്ക് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു സീനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അറിയാം ആളെങ്ങനെ ഉണ്ടെന്നുള്ളത്. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമ്മളുണ്ട്. പിന്നെ ധൈര്യമാണ്. പിന്നത്തെ ബാക്കി സീനുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഔസേപ്പിന്റെ ഒസിയത്ത് എന്നുള്ള ടൈറ്റിൽ തന്നെ ഔസേപ്പ് എന്നുള്ള കഥാപാത്രം ഉണ്ടല്ലോ. ഔസേപ്പിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? ഔസേപ്പിന്റെ ക്യാരക്ടറിനെ പറ്റി ഇയാള് ഇപ്പൊ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുത്ത് അയാളുടെ ഒരു സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യം കിഴക്ക് നാട്ടിൽ ഇവിടുത്തെ കുടിയേറി പാർത്തോ ഇങ്ങനെ പോയതായിരിക്കാം. അയാള് സ്വയം സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ച് കൃഷി ചെയ്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 60-70 വയസ്സുണ്ട്. ഈ 70 വയസ്സിനുള്ളിൽ ഇയാൾ അവിടെ തന്നെ അധ്വാനിക്കുകയായിരുന്നു. ഇപ്പോഴും അധ്വാനിക്കും. ഇപ്പോഴും വേണ്ടി വന്നാൽ പുള്ളി പോയി കളയ്ക്കും, വളയിടാൻ പോകും, എല്ലാ കാര്യവും പുള്ളി തന്നെ ചെയ്യുന്നു, എല്ലാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുടെ ഒരു ചില സ്വഭാവങ്ങളുണ്ട്, ചില മുറിവാശിയും ഒക്കെ ഉണ്ട്. സ്വല്പം അത്ര മുരടനും അല്ല, പുള്ളി പാവാ. പക്ഷെ പെരുമാറ്റത്തിലൊക്കെ കാർക്കശ്യം തോന്നും. ഈ പറഞ്ഞ ഒസിയത്ത് വിൽപത്രമാണല്ലോ, വിൽപത്ര സംബന്ധമായ ഒരു കഥയായിരിക്കും. അപ്പൊ അങ്ങനെ ആവണമെങ്കിൽ ഇയാള് വിൽപത്രമൊക്കെ എഴുതി മക്കൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ കൊടുക്കാതിരിക്കാനുള്ള കാരണം കാണുമായിരിക്കും. കാര്യകാരണ സഹിതമില്ലാതെ ഇയാൾ പെരുമാറുന്ന ആളുമായിരിക്കില്ല. അല്ലെങ്കിൽ അയാൾ പള്ളിക്ക് എഴുതി കൊടുക്കൂലേ? അതില്ലല്ലോ. അയാൾ മക്കളോടുള്ള സ്നേഹമൊക്കെ ഉള്ള ഒരു അച്ഛൻ. പിന്നെ ഈ പറഞ്ഞ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത ഒരു സാമ്രാജ്യത്തിന് ഉടമയായതുകൊണ്ട് അതിൻ്റെ ചില ധാർഷ്ട്യങ്ങളും അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ ചില ഞാൻ നേടിയത് എൻ്റെ അധ്വാനം കൊണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു അച്ഛനായി. അങ്ങനത്തെ ചില ഷെയ്ഡൊക്കെ ഉള്ള ക്യാരക്ടറാണ്. ഇപ്പം ഈ ദിലീഷ് പോത്തൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടാണ് 2012 ഈ മലയാള സിനിമയുടെ തന്നെ ഒരു ട്രാൻസിഷൻ നടന്നിട്ടുണ്ടല്ലോ. പുതിയ ഒരു ടീം, കുറേ പേര് പുതിയ ആളുകൾ മലയാള സിനിമയിലേക്ക് വരുന്നു. ഇപ്പോൾ ട്രാഫിക് പോലുള്ള സിനിമയും സോൾട്ട് ആൻഡ് പെപ്പർ, ചാപ്പാക്കുരിശ് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം സിനിമകൾ വന്ന് ഒരു വേവ് സൃഷ്ടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ വിജയരാഘവൻ എന്ന ആക്ടറും ഭാഗമായിട്ട് സോൾട്ട് ആൻഡ് പെപ്പറിലും ഇടുക്കി ഗോൾഡിലും ഒക്കെ അതിലൊക്കെ ഈ ന്യൂ ടീമിലും ദിലീഷ് പോത്തനും ആ സമയത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആഷിഖ് അബു, ശ്യാം പുഷ്കരൻ ഇവരുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട്. അന്നൊക്കെ ഈ ഒരു പുതിയ ടീം കൂട്ടുകാരനെയൊക്കെ വിളിക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു പുതിയ സിനിമ? എനിക്ക് വരെ ഒരു പുതുമയായിട്ട് ഒരിക്കലും വരെ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഡാഡി കൂളിയൻ അഭിനയിക്കുമ്പോൾ അതിനകത്ത് കമലിന്റെ അസോസിയേറ്റ് ആയിരുന്നു ഡാഡി കൂള. അന്ന് ഇവരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അയാൾ ഡയറക്റ്റ് ചെയ്ത പടമാണ് സോൾട്ട് ആൻഡ് പെപ്പർ. കൂട്ടേട്ടാ ഞാനൊരു പടം സ്വന്തമായിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ വരും. അപ്പം അതിന് മുമ്പ് അങ്ങനെയല്ലേ നമ്മൾ അസോസിയേറ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഡയറക്ടർമാരാകുന്നു. ഇപ്പം ഈ അടുത്ത കാലത്താണ് നമുക്ക് പരിചയമില്ലാത്ത പുതിയ പുതിയ ആൾക്കാർ ഡയറക്ടർമാരാകുന്നത്. അതിന് മുമ്പ് വരിപ്പം ആഷിഖിനെ സംബന്ധിച്ച് എനിക്കൊരു പഴയ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്. അയാൾ ഡയറക്ടറായിരുന്നു. എനിക്ക് വലിയ പുതുമ തോന്നിയിട്ടില്ല അത്. പിന്നെ അവരുടെ സമീപനത്തിൽ മാറ്റം ഉണ്ടായിരുന്നു. അന്ന് റെഡ് എന്ന് പറയുന്ന ക്യാമറ ആദ്യം ഉപയോഗിച്ച് ഞാൻ അഭിനയിക്കുന്ന സ്വന്തം പെപ്പല്ല. ആ ക്യാമറ കുറച്ചു നേരം ഓടിക്കഴിഞ്ഞാൽ അത് ചൂടാവും, നിന്ന് പോകും. അന്ന് ക്യാരവൻ അന്ന് ഇല്ല, നടന്മാർക്ക് ക്യാരവൻ കുറവാ. പക്ഷെ അന്ന് ക്യാമറയ്ക്ക് ക്യാരവൻ വേണം, അത് തണുപ്പിക്കണം, അല്ലെങ്കിൽ അത് ഹാങ് ആവും. ക്യാമറയ്ക്ക് ഒരു സെപ്പറേറ്റ് യൂണിറ്റ്, അത് ഹാങ് ആവും. അല്ലെങ്കിൽ അത് അന്നത്തെ റെഡ് ക്യാമറയുടെ എന്തായാലും ടെക്നോളജി എനിക്കറിയില്ല, അന്ന് അതായിരുന്നു. അപ്പം ഷോട്ട് കഴിഞ്ഞുകൊണ്ട് ക്യാമറ കൊണ്ട് ഇതിനകത്ത് കൊണ്ടുവയ്ക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ നമ്മൾ മലയാള സിനിമയിൽ ക്യാമറയ്ക്ക് വേണ്ടി ക്യാരവൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ സിനിമയുടെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു. ഇനി ഇതല്ലേ ഫിലിം മാറിയിട്ട്
ഡിജിറ്റലിലേക്ക് വരുന്ന അതിൻ്റെ ഒരു കാലഘട്ടത്തിന് മാറ്റമുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഫിലിമിലായിരുന്നപ്പോൾ ഏകദേശം അത്രയും നാളത്തെ ശീലം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ക്യാമറ അവിടെ വെച്ച്. അപ്പോൾ ലെൻസൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ലെൻസ് എന്ന് ഏകദേശം ഇതായിരിക്കും ഫ്രെയിം, അല്ല ഫ്രെയിം ഇതായിരിക്കും ഇവിടെ നമുക്കൊരു ധാരണ ഉണ്ടാവും. അപ്പം നമ്മൾ ശീലം കൊണ്ടാണ് ഒരു 3-3.5 അടിക്ക് ക്ലോസ്, പിന്നെ ക്ലോസിലേക്ക് ക്യാമറ വരില്ല, അതൊക്കെ ടൈറ്റ് ക്ലോസ് ആയിരിക്കും. ഇപ്പോൾ ഡിജിറ്റൽ വന്നപ്പം ചിലപ്പോൾ ദൂരെ വെച്ച് ലോങ് ഷോട്ട് എടുക്കുന്നത് ചേട്ടാ അടുത്ത ക്ലോസ് എടുക്കാം കേട്ടോ, അവിടെ വെച്ച് തന്നെയാണ് ക്ലോസ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആ ലെൻസിനെ പറ്റി നമുക്ക് ധാരണകൾ ഉണ്ടായിരുന്നതൊക്കെ മാറിപ്പോയി. എന്നുവെച്ചാൽ നമ്മുടെ അഭിനയം മാറുന്നില്ലല്ലോ, നമുക്ക് ചില ധാരണകൾ നമുക്ക് പൊളിച്ചെഴുതേണ്ടി വരുമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ മാറ്റങ്ങൾ ഞാൻ കാണുന്നില്ല. പിന്നെ ഫിലിമിലായിരുന്നപ്പം ഈ പറഞ്ഞ പോലെ വിലയുണ്ടായിരുന്നു. ഒരടി ഫിലിം ഷൂട്ട് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 35 രൂപയോളം വരുമായിരുന്നു ഏകദേശം. ഞാൻ ഫിലിം നിൽക്കുന്ന സമയത്തെ കാര്യം പറഞ്ഞു. നമുക്കും ടെൻഷന് കൂടും, പിന്നെ ടെൻഷനാണ്. ഓരോ റിഹേഴ്സൽ ഒന്നുകൂടി ചെയ്തു, പിന്നെ ക്യാമറയ്ക്ക് റിഹേഴ്സൽ, നമുക്ക് റിഹേഴ്സൽ, പിന്നെ ഒന്നും കൂടെ നോക്കും ക്യാമറ എവിടെയെങ്കിലും ഉണ്ടോ, മറ്റേ കട്ടർ കാണോ, വീണ്ടും ഒന്ന് നോക്കും, മൂവ്മെന്റ് കട്ടറിന്റെ അറ്റം വരുമോ. ഇന്നത്തെ പോലെ തൂത്ത് കളയാനൊന്നും പറ്റില്ല, മറ്റേ VFX ചെയ്യാൻ പറ്റില്ല, മറ്റേ ഇവിടെ ലാബിലെ ചെയ്യാൻ പറ്റുമോ, ഭയങ്കര കോസ്റ്റ്ലിയാ. തൂത്ത് കളയൽ പരിപാടിയൊന്നും പറ്റില്ല ഓരോ. അപ്പോൾ അതിനൊരുപാട് പരിമിതി ഉണ്ടായിരുന്നു. അപ്പം മാക്സിമം റിഹേഴ്സൽ ചെയ്ത് നമ്മുടെ മൂവ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഡയലോഗ് എല്ലാം പറഞ്ഞ് ഓക്കെ ഫൈനൽ റിഹേഴ്സൽ ഒന്നുമില്ല, ഒരു ഫൈനലും ചെയ്തു, എന്നിട്ടാണ് ടേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ടേക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ ഫ്രഷ് ആയിട്ടങ്ങ് ചെയ്യുന്ന പോലെ അതിൻ്റെ സ്പോണ്ടൈനിറ്റി ഉണ്ടാകും. അപ്പോൾ അതിന് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ചൊരു സീരിയസ് ആയിരുന്നു. ഒരു ഷൂ 2-3 ടേക്കൊക്കെ കഴിയും, പൈസ പോകും, നമുക്ക് തന്നെ നമ്മുടെ നെഞ്ചിരിപ്പ് കൂടുവേ. എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ അല്ലെ? എക്സ്പെരിമെന്റ് ആണ് അതൊക്കെ, എക്സ്പെരിമെന്റ് അല്ല നമുക്ക് തന്നെ ട്രൈ ചെയ്യാം എന്നുള്ളൊരു. അല്ല അതിന് റിഹേഴ്സൽ ഉണ്ടല്ലോ, എത്ര റിഹേഴ്സൽ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞു നോക്കാം, അല്ലെ വേണ്ട ഇങ്ങനെ പറഞ്ഞു അങ്ങനെ, അയ്യോ വേണ്ട നമുക്ക് മറ്റേതന്നെ ഇന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ തന്നെ പറഞ്ഞ് ശരിയാക്കിയിട്ട് ടേക്ക് എടുക്കുള്ളൂ. അല്ല ഈ ഫിലിമും ഡിജിറ്റലും രണ്ടും നോക്കുമ്പോൾ ഒരു പ്രത്യേക ഇതിന് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മീഡിയത്തോട്? നമ്മൾ ക്യാമറയിലാണ് അഭിനയിക്കുന്നത് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ നമ്മൾ ക്യാമറയെ നോക്കിയല്ല അഭിനയിക്കുന്നത്. എപ്പോഴും നമ്മൾ സ്റ്റേജിൽ അഭിനയിക്കുമ്പോൾ നടൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യമുണ്ട്. ഒന്ന് ഓഡിയൻസ് ഓഡിയൻസ് എങ്ങനെ കേൾക്കുന്നു, ഓഡിയൻസായി അവരെങ്ങനെ കാണുന്നു. അപ്പം നമ്മളൊരു സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ഓഡിയൻസ് നമ്മൾ ഈ ഒരു ആംഗിളിലായിരിക്കും ഓഡിയൻസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരെ നിന്ന് സംസാരിച്ചാൽ ഫ്ലാറ്റ് ആവും. അപ്പം നമ്മൾ ഒരു 3/4 ഓപ്പൺ പൊസിഷൻ 3/4 ഓപ്പൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പൊസിഷൻ ആയിരിക്കും. അങ്ങനെ ഇത് സ്റ്റേജാണ്, ഇതാണ് 3/4 ഓപ്പൺ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഈ 3/4 ഓപ്പൺ പൊസിഷൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഒരു ചെറിയ മൂവ്മെൻറ്റ് കൊണ്ട് ഇവിടെയുള്ളവർ സംസാരിക്കാൻ പറ്റും, ചെറിയ നോട്ടം കൊണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഇത്രയും ആൾക്കാരോട് ആയിരിക്കും സംസാരിക്കും. അല്ല നമ്മൾ 2 കാലം ഉറപ്പിച്ച് നിന്നിട്ട് ഒരാളുടെ ഫോക്കസ് പ്രസംഗം പോലെ ഇരിക്കും. അപ്പോൾ അതൊരു ബോഡി ലാംഗ്വേജ് സൃഷ്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവൻ എങ്ങനെയാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത്രയും തിരിയും, എന്തെങ്കിലും നമ്മുടെ എക്സ്പ്രഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. സിനിമയിൽ അത് വേണ്ടല്ലോ, അത് ക്യാമറ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം. ക്യാമറ ചിലപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആവും, അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതിയാവും. മറ്റേ നാടകത്തിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 3/4 ഓപ്പൺ പൊസിഷൻ നമ്മൾ ഇത്രയും തിരിഞ്ഞാലേ പ്രേക്ഷകൻ കാണുകയുള്ളൂ, അത്ര വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഫിലിമും മറ്റേതുമായിട്ട് ഒരു വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ട് ആ മീഡിയ വ്യത്യാസം വരുന്നില്ല. മീഡിയ വ്യത്യാസം വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അല്ല. അതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് നാടകവും സിനിമയായിട്ടുള്ള ഇതിനെന്ത് വ്യത്യാസം? ഫിലിമിന് യാതൊരു വ്യത്യാസമില്ല, ഇതിലാണെങ്കിലും വ്യത്യാസമില്ല. പക്ഷെ ഇതിന് സൗകര്യങ്ങൾ കൂടുതലുണ്ട്. ഇപ്പം പണ്ട് ഈ പറഞ്ഞ നമ്മളൊരു 3.5 അടി അകലെ നിന്നിട്ട് ക്ലോസ് എടുക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഇപ്പൊ അതല്ല, ഡിജിറ്റൽ വന്നപ്പോഴത്തെ ദൂരം ചേട്ടാ ക്ലോസോ ഇത്രയും ദൂരെയോ എന്നുള്ള തോന്നലാണ് ആദ്യം ഉണ്ടാകുന്നത്. അത് 2 സിനിമയൊക്കെ നമുക്ക് മനസ്സിലായി, എവിടെ വെച്ചും ക്ലോസ് എടുക്കുവാൻ എപ്പോൾ വേണമെങ്കിലും ഏത് രൂപത്തിലും വരാം എന്നൊരു തോന്നലുണ്ടല്ലോ. അപ്പം നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ഇത്രേ ഉള്ളൂ. അതൊരു വലിയ മാറ്റമൊന്നുമല്ല. ടെക്നിക്കലി ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് മാറ്റമാണ്. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫിലിം വേണ്ടാന്ന് വന്നുകൊണ്ട് കുറച്ചും കൂടി ലാഘവത്തോടെ സിനിമയെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്നുകൂടെ എടുക്കാം, കുഴപ്പമില്ല. റിഹേഴ്സൽ വേണം നമുക്ക് എടുത്ത് ഓക്കെ ആണെങ്കിലോ അങ്ങനെയൊക്കെ പറഞ്ഞ് എടുത്ത് കളയും.
അപ്പം നമ്മൾ എടുക്കുന്നതോറും കൂടുതൽ ടേക്ക് എടുത്തു കഴിഞ്ഞാൽ വിരസമാകും, റിപ്പീറ്റേറ്റീവ്. പിന്നെ ഈ നമ്മളൊരു അതേ കാര്യം തന്നെ വീണ്ടും 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 ചെയ്യുമ്പോൾ അത് നമ്മളെ തന്നെ മിമിക് ചെയ്യാൻ തുടങ്ങുന്ന പോലെ വരും. അതേസമയത്ത് ഒരു കുറച്ച് റഫായിട്ട് നമ്മൾ കുറെ റിഹേഴ്സലൊക്കെ എടുത്തേക്കുക, ഏകദേശം സംഭവം പറ്റും. പിന്നെ ഫ്രഷായിട്ട് ചെയ്യുന്ന പോലെ ടേക്കിനൊക്കെ ചെയ്തേക്കുക. അപ്പം അതിന് കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാകും, ഒരു സ്പോണ്ടേനിറ്റി ഉണ്ടാകും. അപ്പം ആ രീതിയാണ് എനിക്ക് താല്പര്യം. അപ്പം ഞാൻ പലപ്പോഴും ഇപ്പോഴും ഞാൻ വരുമ്പോൾ ഞാൻ പറയണം, മോനെ അത് കുറച്ച് റിഹേഴ്സൽ നോക്കാം, എത്ര റിഹേഴ്സൽ വേണം നോക്കാം എന്ന് ഞാൻ പറയാം. ചില പറഞ്ഞത് വേണ്ട ചേട്ടാ നമുക്ക് എടുത്ത് നോക്കാം, ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യോ ആയിക്കോട്ടെ എന്ന് പറയും. പക്ഷേ ഇത് കുഴപ്പമുണ്ട് ഇതിനകത്ത്. വീണ്ടും വീണ്ടും ചെയ്താൽ അത് നമ്മൾ തന്നെ ആവർത്തിക്കും. ഈ ക്ഷീരമാണ ബല സിദ്ധാന്തം ഒന്നുമില്ലേ, ലോ ഓഫ് ഡിമിനിഷിങ് വാല്യൂ എന്ന് പറയും, അതുണ്ടാവും. അത് ചെയ്യും. ഈ നാടകത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഏതാണ്ട് ഇപ്പോൾ ന്യൂഡൽഹി സിനിമയൊക്കെ ചെയ്ത വരെ സിനിമയും നാടകവും രണ്ടും പാരലി ചെയ്തു പോകുന്നൊരു സമയത്ത്, ന്യൂഡൽഹി കഴിഞ്ഞ ശേഷമല്ലേ നാടകം പൂർണ്ണമായും വിട്ട് സിനിമയിലേക്ക് വരുന്നു. ഇപ്പൊ ന്യൂഡൽഹി കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഒരു 87, ഒരു 35 വർഷം. 83 ആദ്യ സിനിമ അഭിനയിക്കുന്നത്, അത് കഴിഞ്ഞ് നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് ഏതാണ്ട് 5 കൊല്ലം. പിന്നെ അതിന് ആ സ്ഥലത്ത് ആന, PC 329, പിന്നെ ഉയരഞ്ഞ നാടാകെ, പിന്നിലാവ്, ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം, അതൊക്കെ മെയിൻ വില്ലനായി. ഈ ശബ്ദം ഇന്നത്തെ ശബ്ദമൊക്കെ. പിന്നിലാവിനകത്ത് ഞാനും മോഹൻലാലൊക്കെ മുകേഷൊക്കെ ഒരേപോലെ വില്ലന്മാർ. പക്ഷേ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം ഞാൻ ആദ്യം എനിക്കൊരു മൊമെന്റോ കിട്ടുന്ന 100 ദിവസം ഓടിയ ഒരു മൊമെന്റോ ആദ്യ ജീവിതത്തിൽ കിട്ടുന്ന. അപ്പൊ അങ്ങനെ അന്ന് ഞാൻ ആക്ടറായി. പക്ഷെ എന്നാലും ഞാൻ നാടകത്തിൽ അഭിനയിക്കും, അല്ലെങ്കിൽ ഞാൻ നാളെ ചുമ്മാതെങ്കിലും പോവും. പകരം അഭിനയിക്കാൻ ആളുണ്ട്, ഞാൻ ചിലപ്പോൾ ചുമ്മാതെങ്കിലും പോവും. പക്ഷേ ന്യൂഡൽഹി വന്നു കഴിഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ വന്നു. അതിനു മുമ്പ് സിനിമകളുണ്ട്, ചിലപ്പം ഒരു 2-3 സിനിമ 4 സിനിമയൊക്കെ ഉണ്ടാവും. പക്ഷേ ഫുൾ ടൈം സിനിമ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ന്യൂഡൽഹിക്ക് ശേഷം. ഒരു തിരിച്ചുപോക്ക് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മീൻസ് സ്റ്റേജിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു എനർജി ആണല്ലോ. ഇപ്പോൾ ഒരു സ്റ്റേജിന്റെ ഒരു മുന്നിൽ നിൽക്കുക, ഒരു തിയേറ്റർ ചെയ്യുക, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ. നിർത്തിയ ശേഷം ഇപ്പൊ ഒരു 35 വർഷവും കൂടെ പോയിട്ടല്ലോ. എപ്പോഴെങ്കിലും 45 വർഷമായിരുന്നു. അല്ല, വീണ്ടും ഒരു തിയേറ്റർ പെർഫോമൻസ് എപ്പോഴെങ്കിലും ചെയ്യണം. തിയേറ്ററിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പം അച്ഛൻ 95 മരിക്കുന്നത്. 89 ട്രൂപ്പ് നിർത്തി അച്ഛൻ. വിശ്വകേരള കലാസമിതി പിരിച്ചു വിട്ടു. പക്ഷെ 94 ഞാൻ സമിതി വീണ്ടും തുടങ്ങി, ഞാൻ ഡയറക്റ്റ് ചെയ്തു. അത് അച്ഛൻ കണ്ടു. അങ്ങനെ അച്ഛൻ 95 നാടകം കളിച്ചു. പിന്നെ അച്ഛൻ 95 മരിക്കുന്നത്. അതിനുശേഷം ഞാനത് 10-12 വർഷത്തോളം ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അഭിനയിക്കുന്നില്ല എന്നേ ഉള്ളൂ, ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ നല്ല നാടകങ്ങൾ വീണ്ടും കളിക്കുമായിരുന്നു. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ അന്ന് അഭിനയിച്ച അത്ര ഓരോ കഥാപാത്രം അക്ഷയ നാടകത്തിനകത്തെ കഥാപാത്രങ്ങൾ വളരെ നാടകം കണ്ടില്ലല്ലോ. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന നാടകമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. വളരെ ഇപ്പം സിനിമയിലൊക്കെ കാണുന്നത് അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം അന്ന് അങ്ങനെ പറ്റുന്ന നടിനന്മാരെ ഇപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പറയുന്നതുകൊണ്ട് വേറെ തോന്നുന്നില്ല. ഇപ്പം നാടകം പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ 10-30-35 ദിവസം റിഹേഴ്സൽ വേണം. അത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. രാവിലെ മുതൽ തുടങ്ങി രാത്രി ചിലപ്പോൾ 12 മണി 1 മണിക്ക് വരെ റിഹേഴ്സൽ തീരുന്നത്. അതിനിടയ്ക്ക് ഭക്ഷണവും പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് തന്നെയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ ക്യാരക്ടറായിട്ട് മാറി വരുന്ന ഒരവസ്ഥ വരുമല്ലോ. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സിന് തയ്യാറായിട്ട് ഇപ്പം എത്ര പേരുണ്ടാവും? ഇപ്പം പറഞ്ഞ് നമ്മൾ നാടകത്തിന് അത് നമ്മൾ എത്ര സിനിമ അഭിനയിച്ചു, നമ്മൾ നാടകം അഭിനയിച്ച് സിനിമ അഭിനയിച്ച് ഉടനെ നാടകത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. നാടകം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീഡിയ. അതിന് ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ നോക്കി നമ്മുടെ മനസ്സിൽ സാധനം വരുന്ന സാധനം പ്രേക്ഷകരിൽ എത്ര പേര് 2-3 റോയ്ക്ക് അപ്പുറത്തിരിക്കുന്നത് നമ്മളെ കാണാൻ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണില്ല. അത് നമ്മൾ ശബ്ദ നിയന്ത്രണം കൊണ്ടും നമ്മുടെ അംഗചലനങ്ങൾ കൊണ്ടും മൂവ്മെൻറ്റ്സ് കൊണ്ടുമാണ് നമ്മൾ അവരെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് അസാമാന്യമായ ശബ്ദ നിയന്ത്രണ സംവിധാനത്തിനെ പറ്റിയുള്ള ബോധം ഉണ്ടാവണം, നമുക്ക് ശബ്ദ നിയന്ത്രണ കഴിവുണ്ടാവണം. അത് ചുമ്മാ ഉണ്ടാകുകയില്ല. അന്ന് ഈ പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കുന്ന നടിനടന്മാരെന്ന് പറഞ്ഞാൽ
അന്ന് ശരിക്കും പറഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാടകസമിതികളുണ്ടായിരുന്നു. KT മുഹമ്മദ് അതേ നാടകകൃത്തായിരുന്നു. അഭിനയത്തിനെ പറ്റിയും നാടകത്തിനെ പറ്റിയും വ്യക്തമായ ധാരണയുള്ള സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാടകങ്ങളുണ്ട്. ഗംഭീര നാടകകൃത്താണ്. മലയാള നാടകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള നാടകകൃത്തുക്കൾ ഏറ്റവും നല്ല നാടകകൃത്തുക്കൾ ഒരാളാണ് അദ്ദേഹം. തിക്കുടി മാസ്റ്റർ, കോഴിക്കോട് മാത്രമേ പറഞ്ഞത്. പിന്നെ തോപ്പിൽ വാസ് ചേട്ടൻ, KPSC, മുകേഷിൻ്റെ ഫാദർ ഓമാധവൻ ചേട്ടൻ, ചാച്ചപ്പൻ, ഗീത ആർട്സ് ക്ലബ്ബ് ചങ്ങനാശ്ശേരി, NN പിള്ള, പിന്നെ PG ആന്റണി ചേട്ടൻ, ഇങ്ങനെ SL സദാനന്ദൻ, ഇവരൊക്കെ നാടകകൃത്തുക്കളാണ്. ഈ നാടകകൃത്തുക്കൾ നല്ല നടന്മാരാണ്. വളരെ വ്യക്തമായിട്ട് നാടകത്തിനെ പറ്റിയും സമൂഹത്തിനെ പറ്റിയും സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി ശക്തമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാൻ മടിയില്ലാത്ത, തുറന്നു പറയാൻ ധൈര്യമുള്ള നാടകകൃത്തുക്കളായിരുന്നു. അന്ന് സാമൂഹ്യ വിമർശനമായിരുന്നു മിക്ക നാടകങ്ങളിലും ഈ പ്രതിപാദ്യ വിഷയം. അതൊക്കെ ശക്തിയുക്തം പറയാൻ കഴിവുള്ള നാടകകൃത്തുക്കൾ, അതിന് പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെ മോൾഡ് ചെയ്യാൻ കഴിവുള്ള നാടകകൃത്തുക്കൾ, അതൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റി പോലെയായിരുന്നു. അപ്പം ഞാൻ കണ്ടു വളർന്ന എൻ്റെ അച്ഛൻ ആ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. മാത്രമല്ല അവിടെ വരുന്ന നടികടന്മാരോ ഇതുപോലുള്ള പല പല യൂണിവേഴ്സിറ്റിയിൽ 2-3 വർഷം അഭിനയിച്ച ആൾക്കാരാണ് അവിടെ വരുന്നത്. ഇപ്പം തിലകൻ ചേട്ടന്, കുതിരോട്ടം പപ്പു ചേട്ടന്, അങ്ങനെ വേണ്ട നെടുമുടി വീട്, കാവാലത്തിൻ്റെ ഗോപിച്ചേട്ടൻ, അങ്ങനെ ഒരു അനവധി ആൾക്കാരുണ്ട്. ഇത് നിങ്ങളൊന്നും അറിയാത്ത, മരിച്ചുപോയ സിനിമയിൽ വരാത്ത ആൾക്കാരുണ്ട്, അതിഗംഭീരന്മാരായ നടന്മാർ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പേരുകൾക്ക് ഒപ്പം നിൽക്കുന്ന, അല്ലെ അവർക്ക് മേലെ പോലെ നിൽക്കുന്ന നടികടന്മാരുണ്ടായിരുന്നു. PC സേവ്യർ, പിന്നെ ഈ മറ്റേ നിയാസിൻ്റെ ഒക്കെ ഫാദർ, മറ്റേ വലിയേട്ടിലൊക്കെ അഭിനയിച്ചിരുന്നു അബൂബക്കർ ആശാൻ. അങ്ങനെ എന്തൊരു ആക്ടറാണ് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള നടീനടന്മാരുള്ള കാലഘട്ടമായിരുന്നു. അപ്പം അവരൊക്കെ ഈ പറഞ്ഞ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന കഥാപാത്രം പോലെ ആയിരിക്കില്ല വേറെ നാടകത്തിൽ, ആ കഥാപാത്രം പോലെ ആയിരിക്കില്ല അടുത്ത നാടകത്തിൽ. ഇത്ര വ്യത്യസ്തമായിട്ട് ക്യാരക്ടേഴ്സിനെ, ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഇതിൻ്റെ പോലെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചെയ്യുന്ന, അതിനപ്പുറം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലെ തപ്പിയെടുക്കാൻ നാടകത്തിൽ ആൾക്കാരുണ്ടാവും. വിഷമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അന്നത്തെ നാടകങ്ങളും അതുപോലെ ശക്തമായ നാടകങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പരിമിതിയുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് പോയി ഇത്തരം പേരെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പരിമിതി ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നത് എന്തായാലും നാടകം ചെയ്യാനല്ലോ ഒരു 10-30 ദിവസമെങ്കിലും അതിനുവേണ്ടി റിഹേഴ്സൽ വേണം. അതിന് അർപ്പണ മനോഭാവത്തോടെ അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നടികന്മാരായിരിക്കും. അല്ല, നാടകത്തിന്റെ സംവിധാനം മാത്രമല്ല, അഭിനയിക്കണം അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കണം. ഞാൻ തന്നെ അഭിനയിച്ചപ്പോല്ലോ, ഏകാംഗം നിന്ന് അഭിനയിക്കുന്ന അഭിനയമല്ല. കൂടെ എൻസംബിൾ ആക്ടിങ് എന്ന് പറയും, എല്ലാവരും കൂടെ കൂടിച്ചേർന്നുള്ളൊരു, അപ്പോഴാണ് നാടകം ഉണ്ടാകുന്നത്. നാടകം എന്ന് പറഞ്ഞാൽ സംവിധാനം ചെയ്യുന്ന ഒരാളുണ്ടാവും, കഥ എഴുതുന്ന ഒരാളുണ്ടാവും, ഒക്കെ ഉണ്ടാകും. പക്ഷെ നാടകം എന്ന് പറഞ്ഞാൽ കലാരൂപത്തിന് പ്രത്യേകതയുണ്ട്. അത് നടിക്കപ്പെടുമ്പോൾ മാത്രമേ അത് ആ കലാരൂപമാകുള്ളൂ. അത് വായിച്ചാൽ വായനയ്ക്ക് പറ്റിയ സാധനമല്ല, നടിക്കപ്പെടേണ്ടതാണ് നാടകം. അപ്പോൾ അത് നടിക്കപ്പെടുമ്പം അത് നടൻ കൂടിയാണ് ഉണ്ടാകുന്നത്. നടൻ സൃഷ്ടിക്കുന്നതാണ് ആ നാടകം. നടനിൽ കൂടിയേ നാടകം സൃഷ്ടിക്കുന്നത്. അപ്പം നടന്മാർ അത്ര പ്രഗത്ഭരായിരിക്കണം. അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടനിൽ കൂടിയല്ല സംഭവിക്കുന്നത്. പ്രേക്ഷകൻ കാണുന്ന നടനെയാണ്. അപ്പം നാടകത്തിനെയോ അതിന് സംവിധായകനെയോ ഒന്നും ആരും ഓർക്കില്ല. മനസ്സിലായോ? ഞാനിപ്പം നമ്മുടെ ഇവിടെ നടക്കുന്ന നാടകങ്ങളെ പറ്റി അല്ലേ പറഞ്ഞത്, ഞാൻ അന്നത്തെ കാലത്തെ നാടകത്തിനെ പറ്റി പറഞ്ഞത്. അതും ഇപ്പോഴത്തെ നാടകം ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ ശബ്ദം ഒരു മാനറസമായിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ശബ്ദം ഒരു മാനറസം, ഒരു കഥാപാത്രത്തിൻ്റെ മാനറസമായിട്ട് കൂടെ വരുന്നുണ്ടെന്ന്. ഇപ്പോൾ പൂക്കാലത്തിലൊക്കെ ഭയങ്കര ഒരു എയറി ടോണിലാണല്ലോ ആ കഥാപാത്രം സംസാരിക്കുന്നത്. ഇപ്പോൾ 100 വയസ്സായ ഒരു കഥാപാത്രം പറയാൻ ഭയങ്കര എയറി ആയിട്ട് സംസാരിക്കുന്നത്. ഇപ്പം നേരെ മറിച്ച് റൈഫിൾ ക്ലബ്ബിൽ വരികയാണെങ്കിൽ ആ കഥാപാത്രം കുറച്ചുകൂടെ ഒരു പരത്തി പറയുക എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഒരു പരത്തിയിട്ടാണ് സംസാരിക്കുന്നത്, അല്ല? ഈ മാനറസം ഇപ്പം ഡയറക്ടർ തരുന്ന ഫീഡ് അല്ലാതെ നമ്മൾ കൊണ്ടുവരാൻ, ഇപ്പോൾ കഥാപാത്രം, ഇപ്പം നമ്മൾ ചെയ്ത കഥാപാത്രത്തിൽ നിന്നും കൂടെ വ്യത്യസ്തമാവണം എന്നൊരു ആഗ്രഹം കൂടി ഉണ്ടല്ലോ, നമ്മുടെ മാനറസം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ? എല്ലാ കഥാപാത്രവും നമ്മൾ മാത്രം സൃഷ്ടിക്കുന്നതാണ്. ആ കഥാപാത്രം എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും. ആ കഥാപാത്രം എന്താണെന്ന് നമ്മളിലേക്ക് എത്തിക്കുന്നത്, അത് കൺസീവ് ചെയ്യേണ്ടത് ഞാനാണ്. എന്നിലാണ് അത് ഉണ്ടാവേണ്ടത്. കഥാപാത്രം ഇത്ര വയസ്സുള്ള ആൾ, അയാൾ എന്നൊക്കെ പറയാം. പറഞ്ഞാൽ എത്തേണ്ടത് എന്നിലല്ലേ. എന്നിലെത്താൻ വേറെ എൻ്റെ സൃഷ്ടിച്ച എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ സംഭവിക്കുകയല്ലത്. അത് എന്നിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്.
വേറെ ആർക്കും പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കടലിൽ നമ്മളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീന്താൻ നമ്മൾ തന്നെ വേണം എന്ന് പറഞ്ഞ പോലെയാണ്. ആ ക്യാരക്ടർ സൃഷ്ടിക്കുന്ന നടൻ മാത്രമാണ്. പിന്നെ ഈ ശബ്ദം എന്ന് പറയുന്നത്, ശബ്ദ നിയന്ത്രണത്തിന് മാത്രം പുറം രാജ്യങ്ങളിലൊക്കെ 3-4 വർഷമുള്ള കോഴ്സുകളുണ്ട്. ഇപ്പം നമ്മൾ വർത്താനം ഇവിടുന്ന് ഇപ്പം ശബ്ദം തന്നെ പല സ്ഥലത്തുനിന്നല്ലേ വരുന്നത്. ഇപ്പം ഒരു കൊച്ചുകുട്ടി വർത്താനം എങ്ങനെയാ? കൊച്ചിലെ വർത്താനം, അമ്മ എനിക്ക് അത് വേണം അച്ഛാ, നമ്മൾ ഇവിടുന്നാണ് കുട്ടി സംസാരിക്കുന്നത്. അത് പ്രായമാകും തോറും കുറച്ച് മാറി വരും. അതല്ലേ ഒരു 10-15 വയസ്സൊക്കെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളാണ് കുറേ മാറി അച്ഛാ ശബ്ദം വരും. വോക്കൽ കോഡ് പോലെ വേറെ രീതി പ്രവർത്തിക്കും. ആ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് വരുന്നത്. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വിചാരങ്ങൾ ഉള്ളിൽ നിന്ന് ശബ്ദം വരും. റെസോണൻസ് ഉണ്ടാക്കണം ശബ്ദത്തിൽ. ആ ശബ്ദ നിയന്ത്രണത്തിൽ കൂടി. അപ്പൊ എങ്ങനെയൊക്കെ ശബ്ദം വരുന്നത്? അത് കൃത്യമായിട്ട് ആ കഥാപാത്രത്തിന് പറ്റുന്ന കൃത്യമായ അളവിൽ ശബ്ദം ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. ഇത് പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല പലരും ചെയ്യുന്നത്. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യേണ്ട കഥാപാത്രങ്ങൾ വരും. വാക്കുകൾക്ക് ഇപ്പൊ ഒരു വാചകം പറയാം, താൻ എന്ത് വർത്തമാനമായി പറയുന്നത് എന്നാണ് ചോദിക്കാം. എഴുതി വെച്ച് വാക്കുകൾക്ക് അർത്ഥമില്ല. താൻ എന്ത് വർത്തമാനമായി പറയുക, പല രീതിയിൽ പറയുന്നത്. ഒരു സ്ട്രെസ് ചെയ്താൽ മാത്രം അർത്ഥമാണ്. താൻ എന്ത് വർത്തമാനം പറയുന്നത്, താനാ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. താൻ എന്ത് വർത്തമാനം, താൻ എന്ത് വർത്തമാനമായി പറയുന്നത് അർത്ഥം പറയുന്നേ. ആ മാറ്ററാണ് എന്താന്നുള്ള ആ മാറ്റർ. താൻ എന്ത് വർത്താനോട് ഈ പറയുന്നത്, വർത്തമാനത്തിന്റെ താൻ എന്ത് വർത്താനോട് ഈ പറയുന്നത് പറയില്ല. അപ്പൊ സ്ട്രെസ് ചെയ്താൽ തന്നെ അർത്ഥം മാറും. അത് കഥാപാത്രങ്ങൾ മാറിയാലോ പിന്നെ അർത്ഥം മാറും. സിറ്റുവേഷൻ തമാശ ആയിട്ട് പറയാം, സീരിയസ് ആയിട്ട് പറയാം, ഏത് ഡയമെൻഷനിലും പറയാം. അപ്പൊ വാക്കുകൾക്ക് അർത്ഥമില്ല, പ്രയോഗിക്കുമ്പോൾ അർത്ഥം ഉണ്ടാകും അല്ലേ? ഏത് വെർബ് വേണമെങ്കിൽ തെറിയായിട്ട് പറയാം. തിന്നുക, ഉണ്ണുക, കയറ്റുക, ഇറക്കുക, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഭയങ്കര വൃത്തികാരായിട്ട് പറയാൻ പറ്റും അല്ലേ? അത് നമ്മൾ പ്രയോഗിക്കുന്ന രീതിയല്ലേ? ആ പ്രയോഗിക്കുന്ന രീതിയല്ലേ കണ്ടോ? ഞാൻ പ്രയോഗിക്കുന്ന രീതിയല്ലേ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കണ്ടോ? ആ ശബ്ദവും എൻ്റെ അംഗവിഷയവും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഇൻറ്റർനേഷൻസ് ഒക്കെ വ്യത്യാസം വരും. ഒരു ഇൻസ്ട്രുമെന്റിൽ എങ്ങനെയാണ് വരുന്നത് പോലെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ കഥാപാത്രം എങ്ങനെയാണ് പറയുന്നതനുസരിച്ച് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആ കഥാപാത്രം എങ്ങനെയാണ് പറയുന്നത്. അപ്പം അപ്പൂപ്പൻ എന്ന കഥാപാത്രം അയാൾക്ക് എൻ്റെ അളവ് ഇങ്ങനെ വേണം പറയാൻ വേണ്ടി, ഇങ്ങനെ പറഞ്ഞോട് വേണമെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത്, ഇങ്ങനത്തെ വേറെ ഇങ്ങനെ ആക്കിയാൽ എന്താ കുഴപ്പമില്ല. അത് വേറെ ഞാൻ രീതി ചെയ്യാം. പക്ഷെ എൻ്റെ ഈ മേക്കപ്പ് പറഞ്ഞു പോകും. ഇത് ഓരോ ഭാഗം ഒട്ടിച്ചു വെച്ചിരിക്കുക, ഓരോ പീസാണ്. ഇവിടെ ഒട്ടിച്ച് അങ്ങനെ ഓരോന്നാ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച മനസ്സിലായോ? അപ്പോൾ ഈ പേശികളൊന്നും ഇത്രയും വർക്ക് ചെയ്യല, പക്ഷെ പ്രായം ഉണ്ടാക്കാനും പറ്റും. മനസ്സിലായോ? അങ്ങനെ ശബ്ദവൈവിധ്യമൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? നടനാണ്. അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? നമ്മൾ കൺസീവ് ചെയ്തത് അത് ഞാൻ പറഞ്ഞു, നമ്മളാണ് കൺസീവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇതൊരു നല്ല വലിയ പണിയാണ്, നിസ്സാര പണിയല്ല. ചിലർ പറയും, ചില സ്ഥലത്തൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ ചിലപ്പോൾ പറയേ നല്ല പൈസക്കുള്ള വീട്ടിലെ ആൾക്കാരായി മൂത്ത ചെറുക്കനെ പറ്റി അവന് കൃഷി നോക്കാൻ പറഞ്ഞാൽ അവൻ നോക്കുകയില്ല, എസ്റ്റേറ്റ് ഉണ്ട് നോക്കുകയില്ല, ബിസിനസ് നോക്കാൻ പറഞ്ഞാൽ അവൻ നോക്കുകയില്ല, നല്ല വലിയ കച്ചവടമുണ്ട്, എന്നാൽ നല്ല പണിക്കും പോകാൻ ഗൾഫിൽ പോകാൻ പറഞ്ഞാൽ അവൻ്റെ ചേട്ടനുണ്ട് അവൻ പോവുകയില്ല. അവൻ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറ്റാൻ പോകുന്നു വെച്ചാൽ അത്ര കയറാൻ പറ്റിയ എന്നാണ് പലരും വിചാരിക്കുന്ന അഭിനയത്തെ പറ്റി. നടക്കുകയില്ല. അത് ഞാൻ ഇതായിട്ട് പറയല്ല കേട്ടോ, അത് അത്ര നമുക്ക് ഒരു സിനിമ വേണേൽ അഭിനയിക്കാം, പക്ഷെ വ്യത്യസ്തമായ വേറെ സിനിമകളിൽ ഇങ്ങനെ അഭിനയിക്കണമെങ്കിൽ അതിനുള്ള കഴിവ് വേണം. ഈ പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്, ഒരുപാട് കാര്യമുണ്ട്. ഞാൻ ഒരു ഡയലോഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എത്ര വ്യത്യസ്തമായിട്ട് പറയും. ഇത് ആരോട് പറയുന്നതനുസരിച്ച് വ്യത്യാസം വരികയല്ലേ ഇല്ലേ? അങ്ങനെ ഇതൊരു ചെറിയ പണിയല്ല. ഈ ഔസേപ്പിലേക്ക് വന്ന ഇതുപോലുള്ള മാനറിസം എന്താണ്, അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഞാൻ അങ്ങനത്തെ വലിയൊരു പറഞ്ഞൊരു അത് നമ്മൾ ആലോചിക്കുന്ന ഒരു 10-70 വയസ്സുണ്ട്. അയാൾ കൊച്ചിലെ മുതൽ അവിടെ പോയി ആ കാട് വെട്ടിപ്പിടിച്ച് അവിടെ കൃഷി ചെയ്തു,
അന്ന് ചിലപ്പോൾ ഈ കാട്ടുപോത്തും ആനയും പന്നിയൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഓടിച്ചു, ഏറുമാടം കെട്ടി. മലേറിയ ഉണ്ടായിരുന്നു, അന്ന് മലേറിയ ഒക്കെ ഉള്ള അവസ്ഥയാണ്, മലേറിയ ഒക്കെ പിടിച്ചു. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അയാൾ തന്നെ ഉണ്ടാക്കിയ സാമ്രാജ്യമാണ്. ഇപ്പോൾ ഏലത്തോട്ടവും 3 മക്കളുണ്ട്. മൂത്തവൻ തഹസീൽദാരായി, രണ്ടാമത്തെ പോലീസ് SI ആയി, മറ്റേ ഇളയ മകൻ അത് ചെറിയ ഇതുണ്ട്, ചില ജോലി കിട്ടാം, ആ ഒരു പ്രായമുള്ള പയ്യൻ. അപ്പോൾ അയാൾ സ്വന്തമായിട്ട് നേടിയെടുത്ത ഒരു പ്രദേശം, അല്ലെങ്കിൽ അയാളൊരു ഏരിയ. അപ്പം അതിനെപ്പറ്റിയുള്ള അയാൾക്ക് അഭിമാനമുണ്ട്, എന്നാൽ അതിൻ്റെ വിലയുണ്ട്. വെറുതെ പൈസയൊക്കെ കളയുന്ന ഒരാളല്ല. ഇപ്പോഴും അയാളൊരു തേക്കാത്തൊരു ഷർട്ടും ഒരു കൊന്തയും ഒക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. വെറും പച്ചയായ ഒരു സാധാരണക്കാരൻ. ഇപ്പോൾ വേണമെങ്കിൽ അയാൾ ഈ തട എടുക്കാൻ പോകും, കളയ്ക്കാൻ പോകും, ഇതിനൊക്കെ വളയിടാൻ പോകും, ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അയാളിൽ ആരോപിക്കും. അപ്പം നമുക്ക് കിട്ടും അയാൾ എങ്ങനെയായിരിക്കും, ആ ഉസേപ്പ് എങ്ങനെയായിരിക്കും, ആ ഉസേപ്പ് നടക്കുന്നത് എങ്ങനെയായിരിക്കും. ഇതാണ് എൻ്റെ ഒരു രീതി. അല്ല നമ്മളൊരാളെ കണ്ടിട്ട് അതുപോലെ അതല്ല. പല ഈ കഥാപാത്രങ്ങളുടെ അംശങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കും, അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടിയാണ്. പൊതുവിൽ ഈ സിനിമ അഭിനയം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ആഗ്രഹിച്ച അഭിനയത്തിലേക്ക് എത്തിയവർ പൊതുവെ പറയുന്നൊരു വാക്കാണ്, ആദ്യ സിനിമ എത്രത്തോളം പാഷനോടുകൂടെ കണ്ടിരുന്നു അതേ പാഷൻ നിലനിൽക്കണം, എല്ലാ സിനിമയിലും ഈ ആദ്യ സിനിമയുടെ പാഷൻ നിലനിൽക്കണം എന്നാണ് അവരുടെ ആഗ്രഹം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ നാടകത്തിലൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ആൾ ചെയ്യേണ്ടിയിരുന്ന കഥാപാത്രം അയാൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണല്ലോ. ഒരു ആക്സിഡന്റ് ആക്ടർ നാടകത്തിൽ ആദ്യത്തെ ക്യാരക്ടർ ചെയ്യുന്ന അല്ല അഭിനയിക്കുന്നത്. ഞാൻ നാടകത്തിൽ 7 വയസ്സ് മുതൽ അഭിനയിക്കുന്നുണ്ട്. 7 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ആദ്യം അഭിനയിച്ചു. പിന്നെ 10-12 വയസ്സുള്ളപ്പോൾ അഭിനയിച്ചു. 10-12 വയസ്സുള്ളപ്പോൾ നാടകമാണ് അത്യാവശ്യം ഒന്ന് ഓടി. അതിനു മുമ്പ് നാടകമൊന്നും വല്ലപ്പോഴും നാടകം. ഈ 7 വയസ്സ് പറഞ്ഞാൽ നാടകം 2 മാസം കൂടുമ്പോൾ നാടകം, അത്രയൊക്കെ ഉള്ളൂ. 13 വയസ്സുള്ളപ്പോഴാണ് ഒരു നാടകത്തിൽ, ആ നാടകം അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഓടി. നമ്മുടെ ചൈന വാറ് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബേസ്ഡ് നാടകം, ആത്മബലി നാടകം. അത് നല്ലോണം, അത് സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ്റെ കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് കിട്ടി അച്ഛന്. അപ്പം അത് നല്ലോണം ആ നാടകം കൂടി. അപ്പം അന്ന് ഞാൻ 8 പഠിക്കുക. അന്ന് ഈ ആഗ്രഹിച്ച് അല്ല, ഞാൻ ആഗ്രഹം, എനിക്ക് അങ്ങനെ ഒരു ദിവസം ഉണ്ടായ ആഗ്രഹമല്ല. ഞാൻ ജനിച്ചു വീണപ്പോൾ തന്നെ നാടകം റിഹേഴ്സലല്ലേ കാണുന്നത്. അല്ല, ജനിച്ചു വീണ മീൻസ് ഒരു 6-7 വയസ്സുള്ള പോലെ. പിന്നെ അത് എന്നും റിഹേഴ്സലൊന്നും ഇല്ല, ഈ പറഞ്ഞ വല്ലപ്പോഴും. പിന്നെ നാടകമില്ല. പിന്നെ നമ്മൾ ഓരോ 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 12 വയസ്സിലൊക്കെ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് അവിടെ റിഹേഴ്സലൊക്കെ നടക്കും, എല്ലാം 1-2 നാടകം ഓടും. പിന്നെ മറ്റു നാടകമൊന്നുമില്ല. ഒരു 63-64 വർഷം പോലെയാണ് അച്ഛൻ ഫുൾ ടൈം നാടകം. അപ്പോൾ എല്ലാ നാടകത്തിലും റിഹേഴ്സൽ അവിടെ നടക്കുന്നു, ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കുന്നു, ഓരോരുത്തരും നടീനടന്മാരെ അഭിനയിക്കുന്നു. അപ്പം ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പകരം ആർക്കെങ്കിലും അസുഖം വന്നാൽ നാടകം മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നോട് നീ ചെയ്യ്. അങ്ങനെ 18 വയസ്സുള്ളപ്പോൾ ഞാനൊരു ഈ പറഞ്ഞ 10-60 വയസ്സുള്ള മനുഷ്യൻ്റെ റോൾ അഭിനയിച്ചു. എനിക്കന്നൊരു പിടിയില്ല, പക്ഷെ നാടകം കളിച്ചല്ലേ പറ്റുള്ളൂ. അത് കയറി കളിച്ചു. അല്ല, അങ്ങനെ പലർക്കും വേണ്ടി പകരമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഫുൾ ടൈം കോളേജ് കഴിഞ്ഞപ്പം ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് ഫുൾ ടൈം നാടകമാണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആകുക. ഇതിന് കരുതി സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചൊന്നുമല്ല. അങ്ങനെ പിന്നെ സിനിമയിൽ 73 അഭിനയിക്കുന്നു. പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പിന്നെ 83-ലാണ് ഞാൻ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതൊന്നും ഞാൻ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തൊരു ഒന്നുമല്ല. അത് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞു നാളെ എന്താന്നുള്ളതിനെ പറ്റി ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ആളാണ്. എനിക്കെല്ലാം ഇന്നാ. അല്ല, ഉറപ്പായിട്ടും അഭിനയത്തെ ഒരു ജോലി എന്ന രീതിയിൽ തന്നെയാണല്ലോ കാണുന്നത്. ഞാനൊരു സാധാരണക്കാരനാണ്, ചെയ്യുന്നൊരു ജോലിയാണ് അഭിനയം എന്ന രീതിയിൽ തന്നെയാണല്ലോ കാണുന്നത്. ജോലി മാത്രമല്ല എനിക്കെന്നെ പറയാൻ അറിയില്ല. എൻ്റെ എല്ലാ ഇമോഷനും എല്ലാം അതുമായിട്ട് അല്ലാതല്ല. എനിക്കറിയില്ല, എനിക്ക് അഭിനയിക്കാതിരിക്കാൻ. ഞാൻ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വീട്ടിൽ ചുമ്മാ ഞാൻ ഇറിറ്റേറ്റഡ് ആകും. വേറൊന്നും കൊണ്ടില്ല, അത് എനിക്ക് എന്തോ ഒരു ജോലി ഇല്ലാത്ത പോലെ, ഞാനൊന്നും അല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നും. എന്നുവെച്ചാൽ കൊച്ചിലെ പോലെ ചെയ്യുന്ന ജോലിയല്ലേ. അപ്പം ജോലിയും എന്തൊക്കെയോ ഞാൻ ഒന്നുമല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ അങ്ങനെയാണ്. അത് ജോലി ഇല്ലാത്ത കൊണ്ടാണോ, പൈസ കൊണ്ടൊന്നും അല്ലത്. പൈസ ഇപ്പം ജോലി ഇല്ലെങ്കിൽ കുഴപ്പമില്ലാതെ ജീവിക്കാവുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് എനിക്ക്. അതൊന്നുമല്ല എന്നെ ഭരിക്കുന്നത്. എന്നെ ഭരിക്കുന്ന വേറെ എന്തോ എനിക്ക് ഇല്ലാതെ പറ്റിയില്ല. അങ്ങനെ ശീലിച്ചു പോയി.
അതിൻ്റെ ഭാഗമായിരിക്കാം. എനിക്കെന്തോ അഭിനയിക്കാനുള്ള അങ്ങനെ വാങ്ങിച്ച അതുമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല അതുമല്ല, അതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. എനിക്ക് തോന്നണില്ല. സെറ്റിൽ പോകുമ്പോഴാണോ ഇപ്പൊ ഹാപ്പി? അയ്യോ സംശയമില്ല. ഞാൻ പിന്നെ വീട്ടിൽ ഹാപ്പിയാണ്. വീട്ടിൽ കുറേ ഇവിടെ കുറേ ദിവസം വീട്ടിൽ പോകണം. അതുകൊണ്ട് വീട്ടിലാണ് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആവുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതാ പറഞ്ഞ ഒരാഴ്ചയൊക്കെ ഇരിക്കുക, 1-2 ആഴ്ച കഴിഞ്ഞാൽ ഭയങ്കര ബോറടി. ഈ മറ്റേ റൈഫിൾ ക്ലബിന്റെ സെറ്റിലും മറ്റേ സുരഭി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പലഹാരത്തിലെ രാജകുമാരൻ. കോട്ടയത്തിന് ഒരു രാമിച്ചേർത്ത് നമ്മുടെ ഈ പറഞ്ഞ ഈ പുറത്തേക്കൊക്കെ ആൾക്കാർ പോകുമ്പോൾ അവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകും. അച്ചപ്പം, കൊഴലപ്പം, മറ്റേ അവലോസ് പൊടി, ചക്ക ഉപ്പേരി, ചക്ക വരട്ടിയത്. അപ്പം ഞാൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഫ്രീ ആണ്, അപ്പം ഞാൻ ഇങ്ങനെ പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡബിങ്ങോ. അപ്പം ഞാൻ വരുമ്പോൾ ഇവർ പറഞ്ഞാൽ ഉടനെ എന്തെങ്കിലും കൊണ്ടുവരാൻ കേട്ടോ. അവിടെ ഈ കാരവനില്ല, നമ്മളൊരു മുറിക്കകത്ത് 4 മുറി ഉണ്ടായിരുന്നു. ഒന്നിനകത്ത് പെണ്ണുങ്ങൾക്ക്, ഒന്ന് ആണുങ്ങൾക്ക്, ഒന്ന് മേക്കപ്പ്, ഒന്ന് കോസ്റ്റ്യൂം, അങ്ങനെ എല്ലാ AC ഒക്കെ ചെയ്ത് 3-4 കട്ടിലൊക്കെ കാണും എല്ലാ മുറിയിലും. പക്ഷെ ഈ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ മുറിയിൽ തന്നെയാണ്. പിന്നെയും നുണ പറച്ചിലും വഴക്കുണ്ടാക്കലും കളിയാക്കലും തമ്മിൽ കൊല്ലലും ഒക്കെയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടിരിക്കും. അപ്പോൾ കുറച്ച് പേര് രാമു വാങ്ങിച്ചു. രാമുമായിട്ട് ഇതെന്താ കുട്ടേട്ട വാങ്ങിച്ചോളൂ, എന്നെ കളി രാമുവിനെ കളിയാൻ രാമു കൊണ്ടിരും. അങ്ങനെ എല്ലാവരും അങ്ങനെ. അവള് ചുമ്മാ സുരഭി ഒരു അപാര കഥാപാത്രമാണ്, ഗംഭീര ആക്ട്രസ്സാണ്. എനിക്ക് മലയാളത്തിൽ ഞാൻ കണ്ടുള്ള ഏറ്റവും നല്ല ആക്ട്രസ് ഒരാളാണ്. അത് വേണ്ട വിധമുള്ള ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടുന്നില്ല സുരഭി. സിനിമയുടെ സ്വഭാവം പോലെ തന്നെയായിരുന്നു സെറ്റിലെ സ്വഭാവം. അല്ല, അവിടെ ആ ഒരു കൂട്ടായ്മ ആ സിനിമയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും എപ്പോഴും ഒന്നിച്ചിരിക്കുന്നത്. നമുക്ക് വീട്ടുകാര്യങ്ങൾ പറയുന്നു, അഭിനയത്തിന്റെ കാര്യം പറയുന്നു, പോത്തനുണ്ട്, ഇവരുണ്ട്, എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു. പിന്നെ എപ്പോഴും ഷോട്ട് കാണുകയല്ല, അതിനൊരു പ്രത്യേക ഇന്ന സീൻ മറ്റേ സീൻ അങ്ങനെയല്ലല്ലോ. ഒരു ഇൻസിഡന്റില്ലേ, ഒരു സംഭവം ഒരു സ്ഥലത്ത് നടക്കുകയല്ലേ. അപ്പൊ ചിലപ്പോൾ ഞാൻ വീൽ ചെയർ ആയതുകൊണ്ട് എല്ലായിടത്തും ഓടി നടപ്പൊന്നും ഇല്ലല്ലോ. മറ്റൊരാണോ അവിടുന്ന് വീട് വെച്ചുകൂടെ പോകണമെന്നൊക്കെ, എനിക്ക് അവിടെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് വല്ലപ്പോഴും എന്നെ വിളിക്കും ഈ വീൽ ചെയറിലിരിക്കും. പക്ഷെ എല്ലാ സമയം അവിടെ ഉണ്ടാവില്ലേ, അപ്പൊ ഞാൻ സെറ്റിലുണ്ടാവും. ഞാൻ 10-30 ദിവസം പടത്തിന് വേണ്ടി. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്ത പടം. ഇങ്ങനെ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ പഴയ കാലത്തെ സിനിമയുടെ പണ്ടങ്ങനെയാണല്ലോ. പണ്ട് കാരവൻ ഇല്ലാത്തപ്പം ഇന്നസെന്റ് ഏട്ടന്, മുകേഷ്, പപ്പു ഏട്ടന് എല്ലാവരും ഇതോട് നുണ മറച്ചതും വഴക്കാണ്. ഇങ്ങനെ ചെറിയ രസം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലൊക്കെ ഉണ്ടല്ലോ. മറ്റേ പടത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അത് ഭയങ്കര രസമാണ്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയങ്ങൾ. ഇപ്പം നാടകത്തിൻ്റെ മേക്കപ്പ് റൂമുണ്ട്. നാടകം കളിക്കുന്നത് അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തലേദിവസം നാടകത്തിൻ്റെ കുഴപ്പങ്ങൾ, അല്ലെ ഒരുത്തൻ ഡയലോഗ് വിട്ടത് പോയി കാണും. അച്ഛൻ ചിലപ്പോൾ ഇറങ്ങി കാണില്ല, അത് പതുക്കെ അച്ഛനിലെത്തിക്കും. അച്ഛൻ അപ്പം ചീത്ത നീ ഡയലോഗ് തെറ്റിച്ചോ എന്താണ് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തമ്മിൽ പറയലും അതൊക്കെ. അന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയുണ്ട് ഇവിടെ. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമുക്ക് രസമാണ്. കാരവൻ ഇല്ലാത്തൊരു സെറ്റ് ആകുമ്പോൾ ഇപ്പൊ നമ്മുടെ സീൻ അല്ലെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ അപ്പൊ നമുക്ക് റൂമിൽ നിന്ന് ഷൂട്ടിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കില്ല, നേരെ ഇവിടെ വരും. ഇപ്പൊ കാരവനത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമില്ല, അതുകൊണ്ട് റൂമിൽ കിടക്കല്ലേ ഉള്ളൂ. പണ്ടതല്ല, ഇന്ന് ഷൂട്ടിംഗ് ഇല്ല, അവിടെ നാളെ ഉള്ളൂ. അത് ഞാൻ പറയും എനിക്കിവിടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നേരെ വണ്ടിയൊക്കെ കയറുന്നു ഇങ്ങോട്ട് പോരും. ഇവിടെ വന്ന് ഇതല്ല പണി. അല്ല, അതിന്റെ ഇതിന്റെ ഭാഗമാണ് ആ കൊടുക്കൽ വാങ്ങൽ. ഇപ്പൊ പിന്നെ ഫാമിലി ബന്ധങ്ങളൊക്കെ നമുക്ക് അറിയരുത്, എല്ലാവരും വളരെ പേഴ്സണലായിട്ട് അറിയാം. പിന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു ജീവിതം, എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മക്കളെ വിശേഷങ്ങൾ, എത്ര കുട്ടികളുണ്ട്, അവരോട് പഠിക്കുന്നു, അങ്ങനെയൊക്കെ അറിയാം. ഇപ്പൊ നമുക്ക് അതില്ലല്ലോ. അത് കാലത്തിന്റെ മാറ്റമാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നും. ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. മാർച്ച് 7-ാം തീയതിയാണ് ഔസേപ്പിന്റെ. 7-ാം തീയതി പോയി കാണണം എല്ലാവരും. നമ്മൾ വാച്ച് കാണിച്ചിട്ട് ഈ മുത്തപ്പന്റെ കളി നല്ല, മുത്തപ്പനും മക്കളൊക്കെ പറഞ്ഞാൽ പോരല്ലോ, നാട്ടുകാർ പറയണം. അതുകൊണ്ട് നാട്ടുകാർ പോയി കാണണം. ഈ കളി എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല കളി തന്നെ ആയിരിക്കും ഔസേപ്പും മക്കളും കൊണ്ടുള്ളത്. താങ്ക് യു. അപ്പോൾ സിനിമയ്ക്ക് എല്ലാ ആശംസകളും. താങ്ക് യു.